വെക്കേഷനൊക്കെ തുടങ്ങി എല്ലാവരും ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ ആയിട്ട് എറണാകുളം ജില്ലയിൽ തന്നെ വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആലുവക്ക് അടുത്തുള്ള പെരിയാർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. ദേശം കടവെന്നും പറയും. ഇവിടെ മെയിനായിട്ടെന്ന് വെച്ചാൽ നമുക്ക് മോർണിംഗും വൈകുന്നേരങ്ങളിൽ വന്നാൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ നീന്തലൊക്കെ പഠിക്കാനൊക്കെ വരുന്ന ഒരു ഏരിയ ആണ്. നിങ്ങൾക്കിവിടെ ഈവനിങ്ങോ അല്ലെങ്കിൽ മോർണിംഗോ ഒക്കെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതൊരു പറ്റിയ സ്പോട്ടാണ്. ഞാനിപ്പോൾ പോകുന്ന വഴി ആയതുകൊണ്ട് ജസ്റ്റ് ഇവിടെ കയറി ഒരു വീഡിയോ എടുത്താൽ മാത്രമാണ്. നല്ല മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നല്ല തണലുള്ള ഒരു ഏരിയ ആണ്. കുട്ടികളെയൊക്കെ ആയിട്ടൊക്കെ വന്നാലും നല്ലൊരു ഇത് തന്നെയാണ്. രാവിലെ ജോഗിങ്ങിനൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അതുമാത്രമല്ല ഫോട്ടോഷൂട്ടിനൊക്കെ നല്ലൊരു സ്ഥലം തന്നെയാണ്. ഇത്രയും പീസ്ഫുള്ളായിട്ട് വലിയ തിരക്കൊന്നും ഇല്ലാതെ കിട്ടുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് മലയാറ്റൂർ ഭാഗത്തേക്കാണ്. മലയാറ്റൂർ ഇപ്പോൾ സീസണാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പള്ളിയിലും പോകാവുന്നതാണ്. പക്ഷെ പള്ളിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം സമയം അവിടെ തന്നെ പോകും. നമ്മളെന്തായാലും എൻജോയ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ അവിടെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു കടവാണ്. മലയാറ്റൂർ താഴത്തെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് പുഴയുടെ ഇക്കരെയാണ് ഈ കടവ് വരുന്നത്. ഇതെന്നൊക്കെ പറഞ്ഞാൽ അധികം ആർക്കും അറിയാത്തൊരു ഏരിയ ആണ്. ഇപ്പോൾ വേനലായതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം കുറവാണ്. നമുക്ക് വെള്ളത്തിൽ കൂടി കുറച്ച് ദൂരം നടന്നു പോകാനൊക്കെ സാധിക്കും. പക്ഷെ മഴക്കാലത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങാനും പറ്റില്ല. ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളെയൊക്കെ ആയിട്ടൊക്കെ വന്നാൽ അവർക്ക് ഇറങ്ങാനൊക്കെ സാധിക്കും. പക്ഷെ മഴക്കാലത്താണെങ്കിൽ അതൊന്നും നടക്കില്ല. പക്ഷെ വരുന്നവരെന്തായാലും സൂക്ഷിക്കണം. നമുക്കറിയാത്തൊരു വെള്ളത്തിൽ പോയി ഇറങ്ങുമ്പോൾ നമ്മൾ നല്ലപോലെ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. പള്ളി വന്നിട്ടുള്ള തീർത്ഥാടകരാണ് എതിർവശത്ത് കുളിക്കുന്നത്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്പോട്ട് തന്നെയാണ്. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ മാലിന്യങ്ങളൊന്നും നിക്ഷേപിച്ചിട്ട് പോകരുത്. കാരണം ആൾക്കാരുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണിത്. ചില വീടുകളോ അല്ലെങ്കിൽ ചില ഭാഗത്തുള്ള ആൾക്കാർ മാത്രം ഇറങ്ങി കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ പുറത്തുനിന്ന് തന്നെ ഒരു വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള ആൾക്കാർ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതൊക്കെ കണ്ടാസ്വദിക്കുക, കുളിക്കാനുള്ളവർക്കൊക്കെ കുളിക്കാം. ഇവിടെയും അതിരാവിലെയോ വൈകുന്നേരങ്ങളിലോ വരുന്നത് തന്നെയാണ് നല്ലത്. കുറച്ച് നേരം വെളുത്ത് കഴിഞ്ഞാൽ നല്ല വെയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇവിടുത്തെ കാഴ്ചകളും കണ്ട് നമ്മളിനി പോകുന്നത് നേരെ മലയാറ്റൂർ പള്ളിയുടെ അടിവാരത്തേക്കാണ്. നിലവിലിപ്പോൾ മലയാറ്റൂർ സീസൺ ആയതുകൊണ്ട് തന്നെ ധാരാളം കച്ചവടക്കാരും കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളൊരു ഉച്ച സമയത്തൊക്കെ എത്തിയ ഇവിടെ നേർച്ചക്കഞ്ഞിയൊക്കെ കഴിക്കാം. ധാരാളം പേര് അത് കഴിക്കാനായിട്ട് ഇവിടെ വരാറുണ്ട്. ഒരുപാട് നാളായി മലയാറ്റൂർ മല ഒന്ന് കയറണമെന്ന് വിചാരിച്ചെങ്കിൽ ഇത്തവണ അത് സാധിച്ചില്ല. അടുത്ത കൊല്ലം സീസണിലെങ്കിലും ഒന്ന് വന്ന് കയറണം. നിങ്ങൾ വൺ ഡേ ട്രിപ്പൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ധാരാളം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്ത് കയറുന്നതും അല്ലാത്തതായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ ഇനി പോകുന്നത് മഹാഗണി തോട്ടത്തിലേക്കാണ്. ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരാൾക്ക് 60 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറുന്നത്. ബൈക്ക് പാർക്കിങ്ങിന് 15 രൂപ എക്സ്ട്രായും കൊടുക്കണം. നഗരത്തിൻ്റെ തിക്കും തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറച്ച് നേരം ശാന്തമായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഫാമിലി ആയിട്ടും അതുപോലെ കപ്പിൾസ് ആയിട്ടൊക്കെ വരാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ കാണാനുള്ളതെന്ന് വെച്ചാൽ വലുതായിട്ട് കാണാനൊന്നുമില്ല. നിങ്ങൾ ഭൂതത്താങ്കട്ട് സൈഡൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് വാക്ക് തന്നെയാണ് ഇവിടെ മെയിനായിട്ട് പറയേണ്ട കാര്യം. ധാരാളം മഹാഗണി മരങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പുലിമുരുകൻ സിനിമയുടെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വരുമ്പോൾ തന്നെ ആ പ്ലേസസ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പക്ഷെ മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ മരങ്ങളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിക്ക് നിൽക്കുന്നുണ്ടാവും. പിന്നെ കുട്ടികളെയൊക്കെ ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാം എൻജോയ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഈ അറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കടയൊക്കെ ഇവിടെ ഉണ്ട്. അല്ലാണ്ട് ഇവിടെ വേറെ കടയോ കാര്യങ്ങളോ ഒന്നുമില്ല. വെള്ളം കുടിക്കാനൊക്കെ മറ്റുമായിട്ട് ചെറിയൊരു കട മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ വരുന്നവരാണെങ്കിൽ കയ്യിൽ വെള്ളം കുപ്പി വല്ലതും കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ കുപ്പി കളയുവാണെങ്കിൽ അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇടുന്ന സ്ഥലത്ത് തന്നെ ഇടണം. പുറത്തൊന്നും ഇട്ടിട്ട് പോകരുത്. ഈ ഒരു കടവിലും നമുക്ക് കുളിക്കാനൊക്കെ സാധിക്കും. അവരിവിടെ ലൈനൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടം വരെ നമുക്ക് ഇറങ്ങാനും പാടുള്ളൂ. സേഫായിട്ട് വേണം വന്ന് ഇവിടേക്ക് ഇറങ്ങാൻ വേണ്ടി. ഇനി ഇവിടെ നമ്മൾ നേരെ പോകുന്ന അഭയാരണ്യത്തിലേക്കാണ്. അഭയാരണ്യം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ആനക്കൂട് എന്ന് പറയുന്നതാണ് നല്ലത്. ഇവിടെ ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. കുട്ടികൾക്കൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇത് തന്നെയാണ്. കാരണം കുറച്ച് ആനകളും മാനുകളൊക്കെ ഇവിടെ ഉണ്ട്. അവർക്ക് അതൊക്കെ കാണിച്ചു കൊടുത്താൽ വലിയ കാര്യമായിരിക്കും. ഇവിടെയുള്ള സ്ഥലങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കാണുന്ന എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ ഇരിക്കും. ചില വ്യത്യാസങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇതുപോലെ കുറച്ച് മാനുകളും മ്ലാവുകളൊക്കെ ഉണ്ട്. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന കൊമ്പുകളെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ തന്നെ മരിച്ചു പോകുന്ന മാനുകളുടെ കൊമ്പുകളാണ്. നിങ്ങളിവിടെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. അത് രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇത് ഓപ്പൺ ആവും. ആ ഒരു സമയത്ത് തന്നെ വരുവാണെങ്കിൽ ആനകളെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടി കടവിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്നതൊക്കെ കാണാൻ പറ്റും. അധികം ആനകളൊന്നുമില്ല ഇവിടെ. ഇപ്പം നിലവിൽ 6 or 7 ആനകൾ മാത്രമേ ഉള്ളൂ. 20 തൊട്ട് 55-60 വയസ്സ് വരെയുള്ള ആനകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ അതിൻ്റെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്.
ഒരു കൊമ്പനാനേനെ മാത്രം കുറച്ച് ദൂരത്തേക്ക് മാറ്റിയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇതുവഴി നടന്നു വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഒരെണ്ണത്തിനെ മാത്രം മാറ്റിയാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ വന്ന ആന. അത് ബാക്കിയുള്ള ആനകളോട് പൊരുത്തപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ മാറ്റിയിട്ടിരിക്കുന്നത്. ഇത് പഴയ ആനേനെ ചട്ടം പഠിപ്പിക്കുന്നൊരു കൂടാണ്. അതിപ്പോൾ ഉപയോഗത്തിലില്ലാത്തതുകൊണ്ട് തന്നെ കാടൊക്കെ പിടിച്ച് കിടക്കുവാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആനകളെ കുളിപ്പിക്കുന്ന കടവ്. അത് രാവിലെ വരുവാണെങ്കിൽ ഇവിടെ വന്ന് ആനനെ കുളിപ്പിക്കുന്നതും കൂടി കാണാൻ സാധിക്കും. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റിയ വേറൊരു സ്ഥലം പാണിയേലിപ്പോരൊക്കെയാണ്. പക്ഷെ പാണിയേലിപ്പോരൊക്കെ ധാരാളം ആൾക്കാർ പോയി മടുത്തൊരു സ്ഥലങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ കൂടി കാണിച്ചു തന്നത്. പിന്നെ അവിടെ തിരിച്ചു വരുന്ന വഴിക്ക് ടച്ച് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു അമ്പലമാണ്. ആക്ച്വലി ഇത് കേരളത്തിലെ ഏറ്റവും വലിയ നന്ദി പ്രതിമ ഉള്ളത് ഈ ഒരു അമ്പലത്തിലാണ്. ഇതങ്ങനെ വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല, പക്ഷെ ഇത് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തന്നത്. അപ്പോൾ എറണാകുളത്ത് നിന്നൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ.